സമൂഹമാധ്യമങ്ങളിലെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ കാര്യവട്ടം ഏകദിനത്തിൽ ആളുകൾ കുറയാൻ കാരണമായെന്ന KCA പ്രസിഡന്റ് JS ജോർജ്. 6500 ടിക്കറ്റ് മാത്രമേ വിറ്റുപോയിട്ടുള്ളൂ. കാണികൾ കുറഞ്ഞതിന്റെ കാരണം PCCയെ ധരിപ്പിക്കുമെന്നും JS ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. എന്തായാലും കാര്യവട്ടത്ത് ഇന്ത്യ ശ്രീലങ്ക മത്സരം ആവേശകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും എന്നോടൊപ്പം KCAയുടെ പ്രസിഡന്റും BCCയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ JS ജോർജ് ആണ്. സർ, കാണികളുടെ ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ടിക്കറ്റ് നിരക്കുമായിട്ടുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയുണ്ട് കാണികളുടെ ഒരു റെസ്പോൺസ്? നമ്മൾ കാണികളുടെ റെസ്പോൺസ് പറയുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നതാണല്ലോ. അതൊക്കെ പൊതുവെ ടിക്കറ്റ് വിൽപ്പന കുറവായിരുന്നു, നമുക്കറിയാമല്ലോ. പല കാരണങ്ങളുണ്ടാകാം അതിന്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും നമ്മൾക്ക് കഴിഞ്ഞ പല മാച്ചുകളിലെ അപേക്ഷിച്ച് നല്ലൊരു ഹൈ സ്കോറിംഗ് മാച്ച് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് ഇന്ത്യ ഇപ്പോൾ 161 റണ്ണിന് ഒരു വിക്കറ്റ് പോയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഒരു റണ്ണൊഴുകുമെന്ന് പറയുന്ന ഒരു വിക്കറ്റ് നമ്മൾ തീർച്ചയായിട്ടും രണ്ടാമത് കാര്യവട്ടത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ കാണികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് പൊങ്കലിൻ്റെതുണ്ട്, മകരവിളക്കിൻ്റെ ഉണ്ട്, പിന്നെ നാളെ എനിക്ക് തോന്നുന്നു CBSEയുടെ സ്കൂൾസ് എക്സാംസിൻ്റെ എന്തോ ഒക്കെ ഉണ്ട്. അപ്പം പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ടിക്കറ്റ് റേറ്റ്സിൻ്റെ ഒരു വിവാദം അതൊരു വൺ ഓഫ് ദ ഫാക്ടേഴ്സാണ്. ഏതായാലും നല്ലൊരു മാച്ച് നടക്കട്ടെ. അത് നമുക്ക് എനിക്ക് തോന്നുന്നു റണ്ണ് നമുക്ക് ചില സമയത്തുള്ള ടെൻഷൻ കഴിഞ്ഞ പ്രാവശ്യം ബോളിംഗ് വിക്കറ്റായിരുന്നു. ഇപ്രാവശ്യം ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ് തന്നെ ക്യൂറേറ്റർക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് കാണാം നമുക്ക്. എത്ര ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു? രാവിലെ നോക്കിയപ്പോൾ 6000 താഴെ ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മന്ത്രിയുടെ പ്രസ്താവന ആയിരുന്നു ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾക്ക് കാരണം? കാരണം ഇതിനു മുമ്പും നമുക്ക് കാണികൾ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ നിറഞ്ഞ കാണികളായിരുന്നു. ഓരോ ബോൾ 4ഓ 6ഓ പോകുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് വരെ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മന്ത്രിയുടെ ഒരു പ്രസ്താവനയാണോ ഇത്രയും വലിയ തിരിച്ചടിയായത്? മന്ത്രിയുടെ പ്രസ്താവന അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്തതാണ്. പല ഭാഗത്തുനിന്നും അതിനെപ്പറ്റി സോഷ്യൽ മീഡിയ ഒരു ഭയങ്കര പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് മാച്ച് നടത്തുന്നതെന്ന് അറിയുന്ന എത്ര പേരുണ്ട്? നമ്മളായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് കുറേ പേർക്കറിയാം. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു 0.01% അറിയാൻ പറ്റുള്ളൂ ഇതൊരു അസോസിയേഷൻ നടത്തുന്ന മാച്ചാണെന്ന്. പൊതുജനങ്ങളുടെ ധാരണ ഇതൊരു ക്രിക്കറ്റ് സന്തോഷ് ട്രോഫിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ സ്പോർട്സ് അസോസിയേഷന്റെ കീഴിലുള്ള ഒരു മാച്ചാണ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും പൊതുജനങ്ങളുടെ ധാരണ. അവർക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ അവർക്കറിയാവുന്നത് ക്രിക്കറ്റാണ് ആരവം. അതനുസരിച്ച് വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഒരു കമന്റ് അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ബോയ്ക്കോട്ട് ക്രിക്കറ്റ് മാച്ച് എന്നുള്ള രീതിയിൽ. അതൊരിക്കലും KCAക്കെതിരല്ല, സർക്കാരിനെതിരാണെന്നല്ലേ അതല്ലേ ഏറ്റവും വലിയ സത്യം? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് സർക്കാരിന്റെ ഒരു ബോഡിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചിന്തിക്കുന്നവരുണ്ടാകാം. അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇൻഡിപെൻഡന്റ് ബോഡിയാണെന്നും സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് ആണെന്നും നമ്മളുടെ ഫണ്ട് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു സെപ്പറേറ്റ് ബോഡിയാണ് നടത്തുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? പൊതുജനങ്ങൾ നോക്കുമ്പോൾ ക്രിക്കറ്റ് ഇന്ത്യൻ ടീം, കേരള ടീം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ ടീം കളിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു കമന്റ് നെഗറ്റീവ് സോഷ്യൽ മീഡിയ അത് ഒരുപാട് ഏറ്റെടുത്തു. അതിനൊരു ബോയ്ക്കോട്ട് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും വൺ ഓഫ് ദ ഫാക്ടേഴ്സാണ്. മറ്റൊരു കാര്യം, വേൾഡ് കപ്പ് നടക്കാൻ ഇരിക്കുന്ന ഒരു വർഷമാണ്. ഏറെ ആഗ്രഹിക്കുന്നതാണ് വേൾഡ് കപ്പ് കാര്യവട്ടം പോലുള്ള സ്റ്റേഡിയത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു മത്സരം കിട്ടുകയാണെങ്കിൽ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മത്സരം അതിന് തിരിച്ചടിയാവും. എന്തായാലും BCCI നമ്മുടെ അടുത്തൊരു വിശദീകരണം ചോദിക്കും ആഫ്റ്റർ ദ മാച്ച്. കാര്യം ഞങ്ങൾ 1-2 കാര്യം നാഷണൽ മീഡിയ വരെ ഇത് കവർ ചെയ്തപ്പോൾ ആ ഒരു മാറ്റർ എന്നെ BCCI വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇന്ന് രാവിലെയും പറഞ്ഞു. ഞാനങ്ങനെ ടോട്ടലായിട്ട് ബ്ലെയിം ചെയ്യുന്നില്ല. ഞാനിങ്ങനെ പല ഓരോ ഫാക്ടേഴ്സും പറയുന്നുണ്ട്. പക്ഷേ അതൊരു കാര്യം, ഒരു മാച്ച് നടക്കുമ്പോൾ ടിക്കറ്റ് സെയിൽസ് മാത്രമല്ല, ടിക്കറ്റ് സെയിൽസ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കാര്യം നമ്മൾക്ക് ടിക്കറ്റിനുള്ള റവന്യൂയുടെ ഒപ്പം തന്നെ അതിനുള്ള ചെലവുകളുമുണ്ട്. കാര്യം നിങ്ങൾക്കറിയാം ടീമിന്റെ എസ്കോർട്ട്, ടീം താമസിക്കുന്ന ഹോട്ടൽസ്, അതിന്റെ പിന്നെ ഈ അൺകംപ്ലീറ്റഡ് സ്റ്റേഡിയത്തിന്റെ എഫേർട്ട്, അങ്ങനെ പല ഫാക്ടേഴ്സാണ്. നമുക്ക് എത്രയോ 1.5 അല്ലെങ്കിൽ 2 കോടി രൂപയോളം ചെലവുണ്ട് ഇതിന്റെ ഒരു ക്രിക്കറ്റ് മാച്ച് നടത്തുമ്പോൾ. അപ്പം വരവ് മാത്രമല്ലല്ലോ, ചെലവും ഉള്ളതാണ്. കായികമന്ത്രിയുടെ പ്രസ്താവന ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചില്ലെന്ന് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി. സാമൂഹ്യമാധ്യമങ്ങളിൽ തെറ്റായ ക്യാമ്പയിനും മറ്റു കാരണങ്ങളും കൊണ്ടാണ് ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചത്. നഷ്ടം കാണികൾക്ക് മാത്രമെന്നും ബിനീഷ് കോടിയേരി ന്യൂസ് 18നോട് പറഞ്ഞു. KCAയുടെ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ബിനീഷ് ഏട്ടാ, ഏറെ കാത്തിരുന്ന ഒരു മത്സരമാണ്. 2ാം ഏകദിനമാണ് കാര്യമായിട്ട് നടക്കുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് ചില നിരാശകൾ തന്നു. പക്ഷേ അതൊന്നും നമുക്ക് കാര്യമില്ല. മത്സരം നല്ല രീതിയിൽ പുരോഗമിക്കാമെന്നൊക്കെയാണെന്ന് തോന്നുന്നു.
അതെ, ചില നിരാശകൾ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഗ്രൗണ്ടിലെ കളി എല്ലാവരെയും ആവേശപ്പെടുത്തുന്നതാണ്. കാരണം 190 അടിച്ചിരിക്കുന്നു, ഒരു വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് റൺസ് ഒഴുകുകയാണ്. ശരിക്കും നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഒരു അപാകത ഉണ്ടായിരുന്നത് ശരിക്കും കുറച്ചുകൂടി വലിയ കാണികൾ കാണേണ്ടിയിരുന്ന ഒരു മത്സരമാണ്. അത് കാണികൾക്കാണ് ശരിക്കും നഷ്ടമായിരിക്കുന്നത്. അത്രയും നല്ല മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 194 എന്ന് പറയുന്ന ഓൺലി 1 വിക്കറ്റ് ലോസ് എന്ന് പറയുമ്പോൾ അത്രയും നല്ല പിച്ചുമാണ്, അത്രയും നല്ല കളി നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ട്രിവാൻഡ്രത്ത് നടക്കുന്നു. ശരിക്കും വലിയ രീതിയിൽ ആളുകളെ ത്രസിപ്പിക്കുന്ന തരത്തിലൊരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണികളില്ലാത്ത നമുക്കും വലിയൊരു നിരാശയും ഒരു സങ്കടവുമാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ 50 ഓവർ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസ് നടന്ന മത്സരത്തിൽ ഏകദേശം 107 വെസ്റ്റ് ഇൻഡീസ് ഓൾ ഔട്ട് ആയി. നമുക്കത് കളി മുഴുവൻ കാണാൻ സാധിച്ചില്ല. 50 ഓവർ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരം ചേട്ടൻ പറഞ്ഞതുപോലെ ഏറ്റവും നഷ്ടം കാണികൾക്കായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം 6.6 ആണ് റൺ റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സെഞ്ചുറിയും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാര്യവട്ടത്ത് ഫസ്റ്റ് ഒരു സെഞ്ചുറി എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ശരിക്കും ഞങ്ങളിപ്പോൾ പുറത്ത് വന്ന് ഇരിക്കുന്നതിന്റെ കാരണം തന്നെ ഇത്രയും വലിയൊരു മാച്ച് ആയിട്ട് പോലും ആളുകൾ കാണാൻ പറ്റിയില്ലല്ലോ അവർക്ക് എന്നുള്ളൊരു നിരാശയിലാണ് ഞാനെല്ലാം നിൽക്കുന്നത്. ഞങ്ങളെ KC അതിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. എനിക്ക് എക്സ്പെക്ടഡ് സ്കോർ അറൌണ്ട് എനിക്ക് തോന്നുന്നു 322 വരെ വരാം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഹൈ സ്കോറാണ്. വെരി ഹൈ സ്കോർ ആയിട്ട് പോവാണ്. കാരണം 6.66 വരുമ്പോഴത്തേക്ക് 322 വരെ വരാം. ചിലപ്പം ഒരു ലാസ്റ്റ് 10 ഓവേഴ്സ് കുറച്ചുകൂടി ഒരു ഗിയർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 350 അറൌണ്ട് അങ്ങനെ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും നല്ലൊരു പിച്ച്, അത്രയും നല്ലൊരു മത്സരം നമ്മുടെ ചില നിർഭാഗ്യക്കേട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് KC ഇതിന്റെ പുറകെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു മാച്ച് കൊണ്ടുവരാൻ. ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന വേൾഡ് കപ്പാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു വേൾഡ് കപ്പിന്റെ ഒരു വെന്യൂ കാര്യവട്ടം സ്റ്റേഡിയം എന്ന് തന്നെയാണ്. പക്ഷേ അത് തിരിച്ചടിയാകുമോ? അല്ല, ഞങ്ങൾക്ക് ഒരു വലിയൊരു ഇനിയിപ്പം ഇത്തരത്തിലൊരു നല്ല പിച്ചാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പം ഇനി അതാണ് നമുക്ക് ആകെയുള്ളൊരു ആശ്വാസം. അപ്പം ഇനിയുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. ഇതിപ്പം നമ്മൾ ചില കാര്യം ഇപ്പം ശബരിമല സീസൺ ആയിരുന്നു. ഇപ്പം നാളെ CBSE പ്രീ ബോർഡ് എക്സാം നടക്കുകയാണ്. ഇപ്പം 2 മത്സരം ഓൾറെഡി ഇന്ത്യ ജയിച്ചു. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയുടെ ഒരു മത്സരം തിരുവനന്തപുരത്ത് വരുന്നു, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല അതിന്റെ ഒരു സ്വീകരണം കിട്ടേണ്ടിയിരുന്നത്. ചില കാര്യങ്ങൾ സംഭവിച്ചു. അപ്പം അതൊക്കെ നമുക്ക് അങ്ങനെ അല്ലായിരുന്നു വരേണ്ടിയിരുന്നത്. ചില രാഷ്ട്രീയ കാര്യമാണ്. കാരണം മന്ത്രിയുടെ ഒരു പ്രസ്താവന തിരിച്ചടി. കാരണം ഇതിനു മുമ്പ് വാർത്തകൾ വന്നിരുന്നു. KC അവസാന നിമിഷമാണ് ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചത്. എന്റർടൈൻമെന്റ് ടാക്സും ആ സമയത്താണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ആ ദിവസങ്ങളൊന്നും പ്രശ്നമില്ലായിരുന്നു. തൊട്ടടുത്ത ദിവസം അതിനുശേഷമാണ് മന്ത്രിയുടെ പ്രസ്താവന വരുന്നത്. പക്ഷേ അതിനുശേഷം വലിയ തോതിൽ സോഷ്യൽ മീഡിയ അതിനെ ഏറ്റെടുത്ത് അതിന് നെഗറ്റീവ് ക്യാമ്പയിൻ ആക്കി മാറ്റുന്ന സ്ഥിതിവിശേഷവും കണ്ടിരുന്നുവെന്ന് ജയേഷ് ജോർജ് അടക്കം പറയുകയും ചെയ്തു. എന്താണ്, അതാണോ കാരണം? ഈ മന്ത്രിയുടെ പ്രസ്താവനയും അതിൽ കൂടെ വന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലാണോ ഇത്രയും പ്രശ്നമുണ്ടായത്? എനിക്ക് തോന്നുന്നു ഒരു വലിയ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകളുടെ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ശരിക്ക് നടക്കുകയാണ്. ആ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ കാരണം ഒരു വലിയൊരു നെഗറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. ആ നെഗറ്റിവിറ്റി ശരിക്കും ഈ കളിയെ ബാധിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പ്രസ്താവന ശരിക്കും കാണേണ്ടത് മന്ത്രി അത്തരത്തിൽ പറഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സ്റ്റേഡിയം നിലനിർത്താൻ വേണ്ടി വലിയ രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ആളായിരുന്നു അദ്ദേഹം. അത് ഈ സ്റ്റേഡിയം നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് വന്നു. അതിനുശേഷം ക്യാബിനറ്റിലൊരു നോട്ട് അദ്ദേഹം തന്നെ പാസ്സാക്കി. കായികത്തിന് വേണ്ടി മീൻസ് സ്റ്റേഡിയങ്ങളെല്ലാം തന്നെ കായികത്തിന് വേണ്ടി മാത്രമേ അല്ലെങ്കിൽ സ്പോർട്സ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയാണ്. പക്ഷേ അതൊരു ഈ പറയുന്ന പോലെ ചില തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവാം എന്നുള്ളത് മാത്രമേ ഞങ്ങളതിൽ കാണുന്നുള്ളൂ. അത് മാത്രമല്ല ഇതിന്റെ ഘടകം. പിന്നെ ഞാൻ പറയുന്നത് ഒരു പ്രസ്താവന വന്നു. അതിന്റെ ഒരു പ്രസ്താവന വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കളിയല്ലേ, നമ്മൾ അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ കളി നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു. അതിനല്ലേ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു പ്രസ്താവന വന്ന കാരണം നമുക്ക് നാളെയും ഈ സ്റ്റേഡിയം നിലനിൽക്കേണ്ടതാണ്, നാളെയും കളികൾ ഇവിടെ വരേണ്ടതാണ്, നാളെയും ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അപ്പം കളികളല്ലേ കൂടുതൽ വരേണ്ടത്. തീർച്ചയായും എന്തായാലും കാര്യവട്ടത്ത് ഏകദിന മത്സരം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലമാണ്. ഇതിന്റെ വിശദാംശങ്ങളുമായി നന്ദകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നന്ദൻ, അതായത് ഇപ്പോൾ KCയുടെ പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വിഭിന്നമായ അഭിപ്രായമാണ്. അതായത് ഈ വിവാദങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിൽ കളിയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ KCയുടെ പ്രസിഡന്റ് പറയുന്നത് ഈ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ അതാണ് വലിയ രീതിയിൽ ഈ കാണികളുടെ ഒരു അഭാവം ഉണ്ടാകുന്നത് അത്തരത്തിലൊരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവന അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് KCയുടെ പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ജോയിന്റ് സെക്രട്ടറി പറയുന്നത് മറ്റൊരു പരാമർശമാണ്. അതായത് ഈ മന്ത്രിയുടെ പ്രസ്താവന ബാധിച്ചിട്ടില്ല, പക്ഷേ ഈ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിൻ അതാണ് വലിയ രീതിയിൽ കാണികളെ പിന്നോട്ട് വലിച്ചത് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം KCയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ ഒരു നിലപാട് അറിയിക്കാൻ KCക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സർക്കാരിനെതിരെ വളരെ സൂക്ഷിച്ചു മാത്രമേ KCയെ ഇതുവരെയും അവർ മറുപടി പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് ചെറിയൊരു മാറ്റമെങ്കിലും അവരുടെ നിലപാടിലുണ്ടായത്. മന്ത്രിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ മന്ത്രിയുടെ ആ ഒരു പ്രസ്താവന അത് ചെറിയ തോതിൽ തിരിച്ചടിയായി. അതിനുശേഷം ഉണ്ടായ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടായ ഒരു ക്യാമ്പയിനും വലിയ തിരിച്ചടി ഉണ്ടായെന്ന് തന്നെയാണ് ഇപ്പോൾ KCയുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ KCയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാണികളുടെ ഒരു കുറവ് ഇപ്പോൾ അവർ പരിഹരിക്കപ്പെടുന്നത് അത് പിച്ചിലെ ആ ഒരു റൺസ് ഒഴുകുന്നത് സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. കാരണം മികച്ച ഒരു 37 ഓവറുകൾ ഇപ്പോൾ പിന്നിടുമ്പോൾ മികച്ച സ്കോറിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്. ഈ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 350 റൺസിനടുത്ത് ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ KCയെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമും ഒക്കെ തന്നെ കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ KCയുടെ ജോയിന്റ് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ കാണികൾക്കാണ് ഇതൊരു നഷ്ടം. മികച്ച മത്സരം മിസ് ചെയ്തതിന്റെ നഷ്ടം കാണികൾക്ക് മാത്രമാണ് ഉള്ളതെന്ന് തന്നെയാണ്. അതായത് കാര്യവട്ടത്ത് റൺ ഒഴുകിയാണ്. ഏകദേശം ഇപ്പോൾ നന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച തുടക്കം ഇന്ത്യക്ക് ലഭിച്ചു. ഈ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ കൂറ്റൻ സ്കോറിലേക്ക് കൂടി നീങ്ങുന്നു. അത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നടക്കുന്ന ഈ കാര്യവട്ടത്തിൽ നടക്കുന്ന ഒരു മത്സരം കൂടിയാണ്. അത്തരത്തിൽ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കണി കാണാൻ ഇതിനു മുമ്പുമൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ഈ മത്സരം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ നന്ദ സൂചിപ്പിച്ചതുപോലെ വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള മത്സരത്തിൽ ഏകദേശം 107 റൺസിന് വെസ്റ്റ് ഇൻഡീസ് ഓൾ ഔട്ട് ആവുന്നു. അങ്ങനെ 50 ഓവർ പൂർത്തീകരിക്കാൻ ഇതുവരെയും സാധിക്കാത്തൊരു പശ്ചാത്തലം. എന്തായാലും പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു കാലാവസ്ഥ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ 50 ഓവർ മുഴുവിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതും വലിയൊരു കൂറ്റൻ സ്കോർ എതിരാളികൾക്ക് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഒരു പോരാട്ടം. ആ മത്സരത്തെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? തീർച്ചയായും മികച്ച ഒരു പിച്ച് തന്നെയാണ് ഇപ്പോൾ KCയും അതോടൊപ്പം തന്നെ ക്യൂറേറ്റർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കാരണം ആദ്യ മത്സരങ്ങളൊക്കെ തന്നെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര മത്സരമാണ് കാര്യവട്ടം നടക്കുന്നത്. ആദ്യ മത്സരം ഒരു ഏകദിനമായിരുന്നു. അത് വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു. അന്ന് 107 വെസ്റ്റ് ഇൻഡീസ് പുറത്താവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയിരുന്നു. അതിനുശേഷം വളരെ അനായാസം ഇന്ത്യ ആ ഒരു മത്സരം വിജയിച്ചു പോവുകയും ചെയ്തു. കാരണം അന്ന് വിരാട് കോഹ്ലിയായിരുന്നു ആ ഒരു മത്സരം ഫിനിഷ് ചെയ്യുകയൊക്കെ ചെയ്തത്. പക്ഷേ അതിനുശേഷം ഉണ്ടായ 3 മത്സരങ്ങളും T20 മത്സരങ്ങളായിരുന്നു. ആ മത്സരങ്ങളിലൊക്കെ തന്നെ ഒരു 2 വിജയവും 1 തോൽവിയും ഇന്ത്യക്ക് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യവട്ടം ഇന്റർനാഷണൽ സ്റ്റേഡിയം അതൊരു ഭാഗ്യ പിച്ച് തന്നെയാണ്. 4 മത്സരങ്ങൾ കളിച്ചിട്ടുള്ളതിൽ 3 ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മികച്ച സ്കോറിലേക്ക് ടീം നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ KCയെ മറ്റൊരു കാര്യം കൂടി ഇതിൽ ആശ്വാസം കാണുന്നത് ഈ ഒരു പിച്ചിലൂടെ KCയ്ക്ക് ഇനി കൂടുതൽ മത്സരങ്ങൾ ഇവിടെ എത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയും കൈവയ്ക്കുന്നുണ്ട്. കാരണം ഇതുവരെയും ഇത്തരത്തിലൊരു പിച്ച് അത് ബോളിംഗ് പിച്ചിലേക്ക് വരെ നീങ്ങുന്നുണ്ടായിരുന്നു. ബാറ്റിംഗ് പിച്ച് അടക്കം നിർമ്മിച്ചിട്ട് കൂടി കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് ബോളിംഗ് അനുകൂലമായ രീതിയിലേക്ക് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ മാറുന്നുണ്ട്. മികച്ച സ്കോറിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ 116 റൺസ് ഇതുവരെ നേടിയിട്ടുണ്ട്. 97 പന്തിലാണ് അദ്ദേഹത്തിന് സെഞ്ചുറി 89 പന്തിൽ അദ്ദേഹം സെഞ്ചുറി ചോദിച്ചു. 97 പന്തിൽ 116 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താവുകയും ചെയ്തു. വിരാട് കോഹ്ലി 75 റൺസിന്റെയൊക്കെ നീങ്ങുകയാണ്. അദ്ദേഹം സെഞ്ചുറിയിലേക്ക് നീങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 താരങ്ങൾ സെഞ്ചുറി അടിക്കുകയും മികച്ച സ്കോറിലേക്ക് ടീമിനെ എത്തിക്കാൻ കഴിയുമെന്നും മികച്ച സ്കോറിലേക്ക് തന്നെ ഈ ഒരു മത്സരം ഇന്ത്യക്ക് കൊണ്ട് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് KCയ്ക്ക് ആശ്വാസം നൽകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 6500 ടിക്കറ്റുകൾ മാത്രമേ ഇതുവരെ വിറ്റുപോയിട്ടുള്ളൂ. ഈ 6500 ടിക്കറ്റിന് പുറമെ 13000 ടിക്കറ്റ് അത് കോംപ്ലിമെന്ററി ടിക്കറ്റാണ്. കോംപ്ലിമെന്ററി പാസ് എന്ന രീതിയിൽ KCയെ നൽകിയ പാസുകളായിരുന്നു. അങ്ങനെ ഏകദേശം 20,000 അടുത്തോളം കാണികളുണ്ടെങ്കിൽ പോലും അതിൽ 6500 പേർ ടിക്കറ്റുകൾ മാത്രമാണ് KCയ്ക്ക് വിറ്റുപോയത്. വലിയ നഷ്ടമൊന്നും KCയ്ക്ക് സംഭവിക്കില്ല. കാരണം KCയെ സംബന്ധിച്ചിടത്തോളം BCCI ഒരുപാട് ഫണ്ട് KCയ്ക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ അവരുടെ ഏറ്റവും വലിയ നഷ്ടം ഈ ഒരു മത്സരം വലിയ തോതിൽ കാണികൾ വന്നിരുന്നുവെങ്കിൽ ഒരു ഏകദിന ലോകകപ്പിലേക്കുള്ള ഒരു ചുവടുവയ്പ് അതിലൊരു പ്രതീക്ഷ KCയ്ക്ക് വയ്ക്കാമായിരുന്നു. ഇതുവരെയും നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിലൊരു മത്സരം അതെപ്പോൾ ഉണ്ടാകുമെന്നാണ്. കാരണം ലോകകപ്പ് മത്സരങ്ങൾ ഏത് മത്സരം ലഭിക്കുമെന്നായിരുന്നു ഇതുവരെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നമ്മൾ ചോദിക്കേണ്ടത് അങ്ങനെ ഒരു മത്സരം ഉണ്ടാകുമോ എന്നൊരു കാര്യത്തിൽ തന്നെയാണ്. എന്തായാലും സാമൂഹിക മാധ്യമങ്ങളിലെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ തന്നെയാണ് ഇത്തരത്തിൽ കാണികൾ കുറയാൻ കാരണമെന്നാണ് KCയുടെ ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ശബരിമല സീസൺ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നാളെ CBSEയുടെ എക്സാം തുടങ്ങുന്നു എന്നീ പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോഴും മന്ത്രിയുടെ ഒരു പരാമർശം അത് യാതൊരു തരത്തിൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജോയിന്റ് സെക്രട്ടറി അടക്കം പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ കാണികളുടെ പല ആൾക്കാരോട് നമ്മൾ ചോദിച്ചിരുന്നു. അവരൊക്കെ തന്നെ പറഞ്ഞ ഒരു കാര്യം ഈ നിരക്ക് വർധന അത് വലിയ തോതിൽ ബാധിച്ചു എന്ന് തന്നെയാണ്. ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ കൂടുതലാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലാണ് ടിക്കറ്റ് നിരക്ക് കേരളത്തിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് കാണികൾ കുറയാനും കാരണം. എന്തായാലും കാണികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ്. ശുഭ്മാൻ ഗിൽ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിക്കായി
ഇപ്പോൾ കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയവും കാണികളും കാത്തിരിക്കുകയാണ്. അതാണ് നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ചൊരു മത്സരം തന്നെയാണ് കാര്യവട്ടത്ത് പുരോഗമിക്കുന്നത്. KCയുടെ ജോയിന്റ് സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ അവർക്ക് യാതൊരുവിധ നഷ്ടവുമില്ല. നഷ്ടം സംഭവിച്ചത് കാണികൾക്ക് തന്നെയാണ്. ഇത്രയും വലിയ മികച്ചൊരു മത്സരം കാര്യവട്ടത്ത് നടക്കുമ്പോൾ അത് കാണാൻ പറ്റാത്തതിന്റെ ഒരു നിരാശ മാത്രമാണ് KCയെ സംബന്ധിച്ചുള്ളത്. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് വരാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം കാണാം. മറ്റു വാർത്തകൾ നോക്കാം. നേപ്പാളിൽ പോഖ്രയിലുണ്ടായ വിമാനാപകടത്തിൽ 72 പേർ മരിച്ചു. മരിച്ചവരിൽ 5 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. 68 യാത്രക്കാരും 3 ജീവനക്കാരുമായി കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. കാഠ്മാണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പകൽ 10:33 പുറപ്പെട്ട യതി എയർലൈൻസിന്റെ ATR 72 എയർക്രാഫ്റ്റാണ് കത്തിയമർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും അപകടത്തിൽ മരിച്ചു. പോഖ്രയിലെ പഴയ വിമാനത്താവളത്തിനും പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഇടയിലാണ് 10:55 അപകടം ഉണ്ടായത്. रेस्क्यू रेस्क्यू 53 നേപ്പാൾ പൗരന്മാർക്കൊപ്പം 5 ഇന്ത്യക്കാരും 4 റഷ്യക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു. 2 കൊറിയൻ പൗരന്മാരും അയർലാൻഡ്, അർജന്റീന, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും യാത്രക്കാരിൽ ഉൾപ്പെട്ടിരുന്നു. പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. സംഭവസ്ഥലത്തേക്ക് എത്താൻ രക്ഷാസംഘത്തിന് ഏറെ പ്രയാസം നേരിടേണ്ടി വന്നു. അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് വിമാനത്തിൽ നിന്ന് ഉയർന്ന പുക പ്രദേശത്ത് മുഴുവൻ പടർന്നു. കാലാവസ്ഥ പ്രതികൂലമായതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക അനുമാനം. സാങ്കേതിക പ്രശ്നങ്ങളും പിഴവുകളും ഉണ്ടായിട്ടുണ്ടോ എന്ന് വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തു. ചൈനീസ് സഹായത്തോടെ വിനോദസഞ്ചാര കേന്ദ്രമായ പോഖ്രയിൽ നിർമ്മിച്ച പുതിയ വിമാനത്താവളം 15 ദിവസം മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 30 വർഷത്തിൽ 27 ഗുരുതര വിമാന അപകടങ്ങളാണ് നേപ്പാളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ അപകടത്തിൽ 4 ഇന്ത്യക്കാരുൾപ്പെടെ 22 പേർ മരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. വയനാട്ടിൽ കടുവ ഭീതി ഒഴിയുന്നില്ല. വയനാട് മാനന്തവാടി പിലാക്കാവ് മണിയൻകുന്നിൽ ഇന്നലെ രാത്രിയും കടുവയിറങ്ങി. കടുവയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചു. കൂടുകൾ സ്ഥാപിക്കാനാണ് തീരുമാനം. പ്രദേശത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം തെരച്ചിൽ തുടങ്ങി. പാലക്കാട് ധോണിയിൽ കാട്ടാനയായ PT7 ഇറങ്ങി വ്യാപക കൃഷിനാശം. ഇന്ന് പുലർച്ചെയാണ് ധോണിയിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ഇറങ്ങിയത്. PT7 പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച ജനുവരി 17 ധോണി മേഖലയിലെ 4 പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ വന്യജീവികളുടെ വംശവർദ്ധനവ് തടയാനുള്ള അനുമതിക്കായി കോടതിയെ സമീപിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ഇതിനായി നിയമോപദേശം തേടിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങളില്ല. വന്യമൃഗശല്യത്തെക്കുറിച്ച് പഠിക്കാൻ KFRIA ചുമതലപ്പെടുത്തി. കടുവയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ നാളെ വയനാട്ടിൽ സർവകക്ഷി യോഗം വിളിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആലപ്പുഴ കായംകുളത്ത് ഹെൽമറ്റ് ധരിക്കാത്തതിൽ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് CPM നേതാവിന്റെ ഭീഷണി. ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അഷ്കർ അമ്പലശ്ശേരിയാണ് കായംകുളം സ്റ്റേഷനിലെ SI ശ്രീകുമാറിനെ ഭീഷണിപ്പെടുത്തിയത്. നടപടിയിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നായിരുന്നു അഷ്കറിന്റെ ഭീഷണി. തമിഴ്നാട് കാഞ്ചീപുരത്ത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ആൺസുഹൃത്തിന്റെ മുന്നിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വൈകിട്ട് 7 മണിയോടെ ആൺസുഹൃത്തിനെ കാണാനെത്തിയ പെൺകുട്ടിയെ 6 അംഗ സംഘം വഴിയിൽ തടഞ്ഞു. തുടർന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ പെൺകുട്ടിയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തി. സംഘം ഇരുവരെയും തടങ്കിലാക്കിയെങ്കിലും ഇവർ രക്ഷപ്പെടുകയായിരുന്നു. 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവർ സ്ഥിരം കുറ്റവാളികളാണെന്ന് പോലീസ് അറിയിച്ചു. പ്രവാസി സേവാ സമിതിയുടെ UAE ചാപ്റ്ററിന്റെ പ്രഥമ മാധ്യമ പുരസ്കാരം ന്യൂസ് 18 കേരള ന്യൂസ് എഡിറ്റർ രഞ്ജിത് രാമചന്ദ്രന്. അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ സുരേഷ് ഗോപി അവാർഡ് സമ്മാനിച്ചു. ഇവിടെയൊക്കെ അനേക കാലങ്ങൾ ജോലി ചെയ്തിട്ട് ഇപ്പോൾ ന്യൂസ് 8 എഡിറ്റോറിയൽ ചീഫായി ഏകദേശം 22 വർഷത്തിൽ കൂടുതലായി ടെലിവിഷനിൽ ഇവിടെ തുടങ്ങി. ന്യൂസ് 4 അവസാനിക്കുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ വാർത്തകൾ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.